എല്ലാവർക്കും നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉച്ച തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് വീട്ടുവിശേഷങ്ങളും പിന്നെ ഞങ്ങൾ വൈകുന്നേരം കാവടിയൊക്കെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. കുറച്ച് വീട്ടുപണികളൊക്കെ ഉണ്ടല്ലേ, പിന്നെ ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് പണികളുണ്ട്. വെച്ചരിക്കും, വെള്ളം ഒഴിക്കണം, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ രണ്ട് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ നമ്മുടെ ഉച്ച തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് വീട്ടുവിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ പണികൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഉച്ചത്തെ ഫുഡിനുള്ളത് കുറച്ച് ഐറ്റംസ് ആണ് ഇത് കേട്ടോ. അപ്പോൾ ഇന്ന് മരിച്ചിനി കറി വെക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ തേങ്ങ വീണിട്ടുണ്ട്, അതാണ് സൗണ്ട്. പിന്നെ വലിയ ബീട്രൂട്ട്. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ബീട്രൂട്ട് ഇഷ്ടമാണ്. മിക്ക ദിവസം ബീട്രൂട്ട് കൊണ്ടുള്ള മിഴുക്ക് വരട്ടിയോ തോരനോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് രണ്ടും ആയിരിക്കും മാറി മാറി കൂടുതൽ വെക്കാറ്. ബീട്രൂട്ട്, പിന്നെ മരിച്ചിനി കറി വെക്കുന്നുണ്ട്. പിന്നെ മീൻ കറിക്ക് തക്കാളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ അച്ചാറിന്ന് വെളുത്തുള്ളി അച്ചാർ വെക്കണം. അല്ല, വെളുത്തുള്ളി അച്ചാറില്ലല്ലോ, പുളിഞ്ചിക്ക് അച്ചാർ വെക്കണം. അപ്പോൾ ഇന്നലെ വീട്ടിലാണെങ്കിൽ പുളിഞ്ചിക്ക അച്ചാർ, പുളിഞ്ചിക്ക മേടിക്കാൻ, അച്ചാറെന്ന് പുളിഞ്ചിക്ക മേടിക്കാനായിട്ട് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അവർ കാറിൽ പോയ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ പുളിഞ്ചിക്ക നിൽക്കുന്നത് അവർ കാറിലിരുന്ന് കണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് പുളിഞ്ചിക്കയൊക്കെ എടുത്ത് കൊടുത്തായിരുന്നു, പറിച്ച് കൊടുത്തായിരുന്നു. അതുകൊണ്ട് വീട്ടിൻ്റെ മുറ്റത്ത് നല്ല രീതിയിൽ വൃത്തിയായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ശകലം കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞ് നമുക്കും കുറച്ച് അച്ചാറിടാന്ന് പറഞ്ഞു. ഈ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു, 4-5 ദിവസം കണക്കാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ഇട്ട് കഴിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അതിന് അച്ചാർ വയ്ക്കാൻ വേണ്ടി വെളുത്തുള്ളി, പിന്നെ കൊച്ചുള്ളി ഉണ്ട് കേട്ടോ, കണ്ടില്ലേ, പിന്നെ കറിവേപ്പില. അപ്പോൾ ഇന്നത്തെ കറിക്കുള്ളതാണ് കേട്ടോ. ഈ സൈഡിൽ തന്നെ മരിച്ചിനി ചോട് കളഞ്ഞിടാം. അയ്യാ, എന്താണ് ഇത്? വിരലരിഞ്ഞ് പോവാത്ത ബാഗ്. എളുപ്പ പണിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ ചെത്തിയത്. നീ കണ്ട തോലിങ്ങനെ ചെത്തി കളഞ്ഞ. ഇതെവിടെ ഒരു വിഷമം നീ കണ്ടോ? ചില മരിച്ചിനിയുടെ അല്ലേ തോൽ നമ്മളിങ്ങനെ ആക്കിയാൽ മതി, അങ്ങനെ ഇളവി ഇളയിപ്പോവും. അതിവിടെ നിന്ന് ഇങ്ങനെ വെട്ടിയിട്ട് ഉരിച്ചങ്ങെടുത്താൽ ഇങ്ങനെ ഇങ്ങനെയോ? ഇങ്ങനെ തന്നെ. നേരത്തെ പറഞ്ഞു തരണ്ടേ? നീ ഇവിടെ ഉള്ളല്ലേ? ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നതാണ്. ഞാൻ കൂടുതൽ അങ്ങനെ തന്നെ ആക്കണം. നേരത്തെ ആക്കിയില്ലേ, പെട്ടെന്ന് പണി. അതേനെ മരിച്ചിനി കാണാത്ത ചിക്കയ്ക്ക് മുറ്റാണെന്നാണ് തോന്നുന്നത്. അതുപോലെ മരിച്ചിനും കുറച്ച് മുറ്റനാണെന്ന് തോന്നുന്നല്ലേ. ചിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എനിക്ക് വീട്ടു ജോലിയൊന്നും അറിഞ്ഞുകൂടല്ലോ. പക്ഷെ അങ്ങനെയൊന്നും അല്ല ഗൈസ്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പം ചേരുവകളെല്ലാം കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ പിന്നെ വീട്ടിലുള്ളവരാരും കഴിക്കാറില്ല. അതുകൊണ്ട് മാത്രം എന്നെ അങ്ങനത്തെ ജോലികൾ ചെയ്യാൻ താമസിക്കാറില്ല ഗൈസ്. അതുകൊണ്ടാണ് ബാക്കിയുള്ള വെട്ടിങ്ങും കട്ടിങ്ങും കുട്ടിങ്ങും എല്ലാം ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ കൊണ്ടിതൊന്നും ചെയ്യിപ്പിക്കാറില്ല. അച്ഛനായിരുന്നാലും പറയും ഇത് എന്തെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ തേങ്ങ ചിരി കൊടുക്കുക, പാത്രം കഴുകി കൊടുക്കുക, പിന്നെ എന്തോന്ന് അങ്ങനെയുള്ള ജോലികളൊക്കെ, തുണി അലക്ക്, ഇങ്ങനെയുള്ള ജോലിയല്ല. അതായത് പാചകത്തിൻ്റെ കരയിലോട്ട് എന്നെ അങ്ങോട്ട് കയറ്റി വിടാറില്ല വീട്ടിലുള്ള ആരും. അവർക്ക് പേടിയാണ്, എല്ലാവർക്കും കഴിക്കാനുള്ളതുകൊണ്ട് മാത്രം പേടിയാണ്. അതുകൊണ്ട് ഞാനും പിന്നെ അവരെ ബുദ്ധിമുട്ടിപ്പെടുത്തുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തേങ്ങ ചിരി കൊടുക്കുക, പിന്നെ അരച്ചു കൊടുക്കുക, പിന്നെ എന്തോന്ന് തക്കാളി, ഉള്ളി, അപ്പോൾ എന്ത് വെജിറ്റബിൾസ് ആണെങ്കിലും ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും. അതിനൊന്നും പ്രശ്നമൊന്നും എനിക്കില്ല. ചേരുവ കറക്റ്റാവാതിരിക്കുമ്പോൾ വീട്ടിലുള്ള ആൾക്കാർ ഫുഡ് കഴിക്കാറില്ല. അതുകൊണ്ട് മാത്രം ഞാൻ മേഖലയിലോട്ട് കൈവയ്ക്കാറില്ല. അപ്പോൾ നമ്മുടെ
മരിച്ചിനി കുട്ടൻ്റെ തോലൊക്കെ ചെത്തിക്കളഞ്ഞു. മരിച്ചിനിയൊക്കെ ഇതാ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ടെണ്ണം എനിക്ക് നീനുവിനും, അതായത് നല്ല വേവിച്ചിട്ട് അങ്ങനെ ഉപ്പും കൂടെ ഇട്ട് കഴിക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അങ്ങനെ കഴിക്കാൻ വേണ്ടി അതിന് പിന്നെ കറി വെക്കായിട്ട് നല്ല രീതിയിൽ ചെത്തി എടുത്തിട്ടുണ്ടേ. ഇനി കഴുകിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. രണ്ടത് വെളുത്തുള്ളി കൂടെ എടുത്ത് വെച്ചേക്കിട്ടാ. അച്ചാറിൽ വേണ്ടേ? ഇഞ്ചി വേണോ വെളുത്തുള്ളി അച്ചാറിൽ ഇടാൻ? അപ്പോൾ ഇനി ഇതെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്കിത് ഈ എന്താ മുറ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഈ ടേബിളിലൊന്നും അഴുക്കാവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. എല്ലാം വേണോ? ഉള്ളും വേണം അച്ചാറിടാൻ. കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നേ, നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തേക്കുന്ന പുളിഞ്ചിക്ക ഇപ്പോൾ നല്ല രീതിയിൽ കുറഞ്ഞു. അതായത് ഇന്നലെ വന്നവർക്ക് ഒരു ഏകദേശം ഒരു കിറ്റിന് മുകളിലായിട്ട് കൊടുത്തയച്ചു കേട്ടോ. എന്തായാലും നമ്മളെടുത്ത് തൂത്ത് കളയുന്നത് തന്നെയാണ്, അതായത് ചീത്തയായി പോകുമ്പോൾ തൂത്ത് കളയുന്നത് തന്നെയാണ്. എന്തായാലും നമ്മളെല്ലാം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ വെച്ച് തീരില്ലല്ലോ, അത്രയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. വീട്ടിൻ്റെ മുറ്റത്ത് ഇഷ്ടം പോലെ പുളിഞ്ചിക്കയായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സമയത്തിന് എടുത്തില്ലെങ്കിലും അത് അത്രയും വീണ് ഭയങ്കര കുത്തിച്ചയും ഭയങ്കര ഇതൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, ബീട്രൂട്ട് എല്ലാം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ബീട്രൂട്ടും പിന്നെ അതുപോലെ തന്നെ സവാളയും പിന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ സവാള അരിയുടെ കൂട്ടത്തിന് ഒരു സവാള എടുത്ത് മാറ്റിയിട്ടുണ്ട്. അരിച്ച് ഇല്ല മനുഷ്യനായിട്ടോ ഇല്ലേ. പഞ്ഞോളം
ഇനി നമുക്ക് പുളിഞ്ചിക്ക് അച്ചാർ വെക്കാൻ കൂടെ അരിയണം. നേരത്തെ പുളിഞ്ചിക്ക് എടുത്തിട്ടുണ്ടായിരുന്നേ, പോയി. പുളിഞ്ചിക്ക് അച്ചാറും കൂടെ ഇട്ടാൽ പിന്നെ നമ്മൾ അടുക്കള പണിയൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് മുറ്റം അടിക്കണം, ചെടിക്ക് വെള്ളം ഒഴിക്കണം, പിന്നെ കടയിൽ പോകണം. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കൂട്ടത്തിൽ ഇന്നലെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ കാവടി, അതായത് ഉത്സവം തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പേക്കാവടിയൊക്കെ വരുന്ന ദിവസമായിരുന്നു. അഗ്നിക്കാവടി 10ൻ്റെ അന്നാണ് കേട്ടോ അഗ്നിക്കാവടി. പനത്തറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ക്ഷേത്രമുള്ളത് കേട്ടോ. പനത്തറ ശ്രീ സുബ്രഹ്മണ്യേശ്വരർ. കുറച്ച് പുളിഞ്ചിക്ക് എടുത്തിട്ടുള്ളത്, 2 ദിവസം കഴിഞ്ഞ് നമുക്ക് വെക്കാമല്ലോ. ചോറായിട്ടുണ്ട്, മരിച്ചിനി ഇറക്കിയിട്ടുണ്ട്, മീൻകറി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തോര അടുപ്പിലിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മുടെ അച്ചാറും കൂടെ വെച്ചാൽ ഉഷാറായിട്ട് ചോറ് കഴിക്കാം. പൂജിക്ക് കഴുകി കൊണ്ടുവരട്ടെ.
ഗൈസ്, അപ്പോൾ നമ്മുടെ പുളിഞ്ചിക്ക് അതാ കഴുകി നല്ല നീറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാം. ഈ പുളിഞ്ചിക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെയിലത്തിട്ട് ഉണക്കി, അതായത് കായപ്പൊടിയും ഉപ്പും ഇട്ട് ഉണക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാങ്ങ ഉണക്കി എന്നൊക്കെ പറയില്ല, അതുപോലെ പുളിഞ്ചിക്ക ഉണക്കിയ നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ അങ്ങനെ ഉണക്കി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു എരിശ്ശേരി അല്ല ഇതുണ്ടല്ലോ മോരിയറി വെക്കുന്ന സമയത്ത് അതിൽ കൂടെ നമുക്കിത് ആഡ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. പുളിഞ്ചിക്ക അച്ചാർ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇരുന്ന് പഴകും തോറുമാണ്. ഇപ്പം നമ്മുടെ മീൻകറി എന്നെ വെക്കുന്നതൊന്നും അത്ര ടേസ്റ്റ് കാണത്തില്ല, ഇരുന്ന് പഴകി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെയാണ് പുളിഞ്ചിക്ക. ചാറ് കണ്ടത് ആഹാരം ഫുൾ ടൈം തീറ്റിയാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ നോർമലി കഴിക്കുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നു. പിന്നെ നമ്മുടെ ഡേ മൈ ലൈഫൊക്കെ ഞങ്ങൾ കൂടുതൽ ഇപ്പം നമ്മൾ ഡേ മൈ ലൈഫിൽ എന്തായാലും നമ്മൾ നിത്യം ഫുഡ് കഴിക്കാമെന്ന് ആരും ഇരിക്കത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ രാവിലെ തൊട്ട് രാത്രി വരെ എന്തൊക്കെ കഴിക്കുന്നു എന്നൊക്കെ കാണിക്കുന്ന വീഡിയോസുണ്ട്. ചിലരൊക്കെ തീറ്റി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ വലിയ വലിയ ബ്ലോഗർമാരുടെ വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കി അറിയാൻ പറ്റും കേട്ടോ. അവർ തന്നെ ഡേ മൈ ലൈഫൊക്കെ എടുത്താണ് കൂടുതൽ വീഡിയോസ് ആൾക്കാർ കാണുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ്, അതായത് ഒരു ദിവസം നമ്മൾ എങ്ങനെ കടന്നു പോകുന്നെന്ന് നമുക്ക് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ബിസി കാര്യങ്ങളൊക്കെയാണല്ലോ, തിരക്കുകൾ. അപ്പോൾ അതെങ്ങനത്തെ ഒരു ലൈഫാണെന്നാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ അടുക്കളപ്പണിയെല്ലാം തീർന്നിട്ട് ഈ കട്ടിങ്ങും വെട്ടിങ്ങും ഒക്കെ തീർന്നിട്ടുണ്ട്. ഇനി ഈറ്റിങ് മാത്രമേ ഉള്ളൂ. ഉണ്ടല്ലോ പുളിഞ്ചിക്ക പുട്ടൻ റെഡി ആയിട്ടുണ്ട്. ഉണ്ടല്ലോ, ഇത് അച്ചാർ വെക്കണം. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈറ്റിങ് ചലഞ്ചിങ് വീഡിയോ ആണ് ഗൈസ്. ചുമ്മാ പറഞ്ഞ കേട്ടോ, നമ്മുടെ ഈറ്റിങ് ഇവിടെ ഫുഡടിയാണ് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഫുഡടിയാണ്. അപ്പോൾ ഇനി ഇതെല്ലാം വെച്ചതിന് ശേഷം കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ ഉച്ചത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ചോറ്, പുളിഞ്ചിക്ക അച്ചാർ, കൊഴിയാള മീൻകറി, പിന്നെ ബീട്രൂട്ട് തോരൻ, മരിച്ചീനി, കൂടെ വെള്ളം. കുറച്ച് മരിച്ചീനി അത് കഴിക്കാം. മരിച്ചീനിയും കുറച്ച് മീൻ, കുറച്ച് തോരൻ, കുറച്ച് പിടിക്കും. നിങ്ങളെല്ലാം ഉച്ചത്തെ ഫുഡ് കഴിച്ചായിരുന്നോ?
നമ്മൾ കഴിക്കട്ടെ. ഒക്കെ കഴിച്ചു, കടയിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കന്മാരെയൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ കണ്ടില്ലേ, ചിലതൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, അത് നേരത്തെ കണ്ട് പറയുന്നുണ്ട് എനിക്ക് ചീരയെന്ന് കാണുന്നില്ല. പക്ഷേ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഓടിച്ചിട്ടുണ്ട്. ഇത് വളർന്ന് വന്നാലേ നമുക്കിത് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഞങ്ങളുടെ ചെമ്പരത്തിപ്പൂ ഇത്രയും വളർച്ചയുള്ള നിറച്ച് മൊട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ചീരയൊക്കെ വളരണം, ഇനി വളർന്ന് വന്നാലേ ഉള്ളൂ കേട്ടോ. എന്നാ എന്നും വീഡിയോസ് ഒക്കെ എടുക്കുന്നതാണ്, എന്നിട്ട് പോലും ഞാൻ കണ്ടില്ല. നീ കണ്ടായിരുന്നോ? ഇതിൽ നിറച്ചും കണ്ടു, നിറച്ച് പൂക്കളാണ് കേട്ടോ. നിറച്ചും കുറേ പൂക്കളൊക്കെ വന്ന് നിൽക്കണ്ടേ. ആദ്യത്തെ സ്റ്റെപ്പിൽ അത്രയും തൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് ഇതിപ്പോൾ കായ ഉണ്ടാവുന്നത്. ആദ്യത്തെ പൂക്കൾ കള്ളപ്പൂക്കളൊക്കെ ഒരു നിറയില്ലേ ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ തക്കാളി ഉണ്ട്, തക്കാളിയിലും ഫ്ലവർ വരാൻ വേണ്ടിയുള്ള ഏകദേശം ഇതായിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ വ്യൂ ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കും ഗൈസ്. അമ്മയുടെ പച്ചക്കറി തോട്ടം. അപ്പോൾ ഇതൊരു വലിയ ബിഗ് തോട്ടമാക്കണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. പിന്നെ നമ്മുടെ പുളിഞ്ചിക്ക ഉണ്ടല്ലേ, ഇത് ഞാൻ നേരത്തെ പുളിഞ്ചിക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല പഴുപ്പ്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ വഴുതന ഫുള്ള് മൊട്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് കായ്ഫലം. അതായത് കണ്ടില്ലേ, ആദ്യത്തെ ഒരു കായ് വന്നു, പിന്നെ ജസ്റ്റ് പൂ പോയിട്ട് ചെറിയ കായ്കൾ വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ എനിക്ക് കടയിൽ പോകാൻ പോവുകയാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ വൈകുന്നേരത്തെ ഈ ഒരു വീഡിയോയിൽ കൂടെ ഞങ്ങൾ ഇന്നലെ കാവടിയൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ടാറ്റാ പറഞ്ഞു അവരൊന്ന് തലമൂടി.